എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലാൽജിവാല ബ്രാൻഡിൻ്റെ വൈറ്റ് ഗോൾഡിൽ തന്നെ പ്രിൻ്റാണ്. അപ്പോൾ 290 കട്ടിൽ തന്നെ ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ മൊത്തം കാണിക്കുന്ന ഡിസൈൻസ് എല്ലാം. ആദ്യം തന്നെ കാണിക്കുന്നത് 10 കളറിൻ്റെ ചാർട്ടാണ്. അത്യാവശ്യം നല്ല ഡാർക്കർ ചാർട്ടും പിന്നെ ഇംഗ്ലീഷ് ചാർട്ടൊക്കെ ഉണ്ട്. നല്ല ഡിസൈൻസാണ് കേട്ടോ. ഇപ്പോൾ അത് തുറന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. മെറ്റീരിയലിൻ്റെ വില വരുന്നത് 143 പ്ലസ് GST ആണ്. GST ഉൾപ്പെടെ 150 രൂപ അടുത്തേക്ക് റേറ്റ് വരും. പിന്നെ ഹോൾസെയിലായിട്ട് ഉള്ള റേറ്റാണ് പറഞ്ഞത്. മിനിമം ക്വാണ്ടിറ്റി 10 പീസ് എടുക്കണം, എന്നാൽ മാത്രമാണ് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുള്ളൂ. എല്ലാവർക്കും കുറേ ഡൗട്ട് ഈ മിനിമം ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാഴ്സൽ ചാർജിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇന്ത്യ പോസ്റ്റിൽ അല്ലെങ്കിൽ കൊറിയറിൽ അയക്കുന്ന ചാർജസ് മാത്രമാണ് നമ്മൾ ബില്ലിൻ്റെ ഒപ്പം വാങ്ങിക്കുന്നത്. പാഴ്സലിൻ്റെ ചാർജ് നിങ്ങളവിടെ ഐറ്റം എടുക്കാൻ നേരത്ത് മാത്രം കൊടുത്താൽ മതി. അത് അവിടെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അത് നമ്മളിവിടെ ബില്ലിൻ്റെ ഒപ്പം വാങ്ങിക്കുന്നില്ല. ഇത് ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോയുടെ ഇടയ്ക്ക് വെച്ച് നമ്മളിത് പറയുമ്പോൾ ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത്. ഇനി നമുക്ക് മെറ്റീരിയലിൻ്റെ കാര്യത്തിലേക്ക് വരാം. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 275 GSM ക്വാളിറ്റിയാണ്. രാജവാടി പ്രിൻ്റാണ്, വൈറ്റ് ഗോൾഡാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം വൈറ്റ് ഗോൾഡ് എന്തുമാത്രം മൂവിങ് ഉണ്ട്, പിന്നെ അജ്രക്ക് എന്തോരം മൂവിങ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ സീസണിൽ അജ്രക്കും വൈറ്റ് ഗോൾഡും മാത്രമാണ് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ്. പ്രൊഷൻ പ്രിൻ്റ് വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ അതുപോലെ കുറവാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പ് തന്നെ മൂവാറ്റുപുഴയാണ്. നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം. ഓൺലൈനായിട്ട് വേണ്ടവർക്ക് വാട്സാപ്പിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിനകത്ത് ഈ വീഡിയോ കാണിക്കുന്ന ഡിസൈൻസ് അല്ല, ഇതിനകത്തല്ലാത്ത വേറെ ഡിസൈൻസും ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ഓർഡർ ചെയ്താൽ മതി. റീറ്റെയിലായിട്ട് വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ റീറ്റെയിലായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഡിസൈൻസ് അയച്ചു തരും. അതിനകത്ത് നോക്കിയിട്ട് റീറ്റെയിലായിട്ട് വേണ്ടവർ അതിനകത്ത് എടുക്കുക. ഈ മെറ്റീരിയൽ യൂഷ്വലി 3 മീറ്ററിന് എല്ലാവരും പറയുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് 290 പ്ലസ് ആണ്. ഇപ്പം നമ്മളൊരു മെറ്റീരിയൽ ഇട്ട് അളന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 295, 96 അടുത്തൊക്കെ മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ നമ്മളത് കറക്റ്റ് 290 പറഞ്ഞു പോകുന്നുള്ളൂ. നമ്മുടെ കമ്പനിയിൽ നിന്ന് പറയുന്ന ആ ഒരു ടൈം നമ്മൾ ഇതിനകത്തും പറഞ്ഞു പോകുന്നുള്ളൂ. അത് 3 മീറ്റർ എക്സാക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 3 മീറ്റർ ഉണ്ട് എന്നുള്ള നമ്മൾ പറയാത്തത്. പിന്നെ ഇതൊരു ലൈൻ ടൈപ്പ് ആട്ടോ. അപ്പോൾ ഇത് വട്ടം വരുന്ന ലൈനല്ല, നേരെ താഴത്തേക്ക് തന്നെ വരുന്ന ലൈനാണ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം തുറന്ന് കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ പലർക്കും തോന്നുന്നത് വട്ടം വരുന്ന ലൈനാണോ എന്നൊക്കെ ഉള്ളത്. അല്ല, അത് നമ്മളിപ്പോൾ പീസ് തുറന്നാണെങ്കിൽ കാണാൻ പറ്റും. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് വരുന്ന ലൈൻ ടൈപ്പായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഇപ്പോൾ കിട്ടി അന്നേരം എടുത്തു എന്നുള്ളൂ. കുറച്ച് പുതിയ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് ബിസിനസ് ചെയ്യാൻ പോകുന്നവരുണ്ട് അതിൽ. പിന്നെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചും കൂടെ കൂടുതലായിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർ 1-2 ഡൗട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അതിനുള്ള ആൻസർ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഡൗട്ടിൻ്റെ അതേ സെയിം ഡൗട്ട് നിങ്ങൾക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് ഓർത്താണ് നമ്മളെ കാര്യങ്ങൾ പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യം വന്നത് ഏത് മെറ്റീരിയൽ എടുത്തിട്ടാണ് സെയിൽ കൂടുതൽ ആക്കേണ്ടത്, ഏത് മെറ്റീരിയലാണ് കൂടുതൽ പർച്ചേസ് ചെയ്തിട്ട് സെയിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എടുക്കുക എന്നതിലുപരി എന്താണ് മാർക്കറ്റിൽ ഡിമാൻഡുള്ളത്, അതായത് വൈറ്റ് ഗോൾഡ്, അജ്രക്ക് അങ്ങനത്തെ ഡിമാൻഡുള്ള ഐറ്റംസ് നിങ്ങൾ എടുക്കാൻ നോക്കുക. അതാണെങ്കിൽ പെട്ടെന്ന് സെയിലാവും. പിന്നെ ഏറ്റവും കാണാനും ഭംഗിയും ഈ വൈറ്റ് ഗോൾഡിലൊക്കെ വന്ന പ്രിൻസാണ്. പിന്നെ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ കുറച്ച് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് തരത്തിലുള്ള ഡിസൈൻസാണ് ആളുകൾക്ക് ഇഷ്ടം, അല്ല ഏത് മെഷർമെൻറ്റാണ് വേണ്ടത് എന്നുള്ളത് 1-2 പ്രാവശ്യത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അത് നിങ്ങൾ ഒരു ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം അടുത്ത പർച്ചേസിലേക്ക് നോക്കുക. അതാണ് മെറ്റീരിയലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എങ്ങനെ എടുക്കുന്നതാണ് ബെറ്റർ, അതായത് പാഴ്സലിലാണോ കൊറിയറിലാണോ ഇന്ത്യ പോസ്റ്റിലാണോ അങ്ങനെ എടുക്കുന്നതാണ് ബെറ്റർ എന്ന് ചോദിച്ചു. നമ്മളെപ്പോഴും പറയും പാഴ്സലിൽ എടുക്കുന്നതാണ് ബെറ്റർ. പാഴ്സലിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് റേറ്റിന് ഏതാണ്ട് 100-120 പീസിൻ്റെ അടുത്ത് അത്രയും പീസുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്ല അത്ര എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊറിയറിലേക്ക് ഒപ്റ്റ് ചെയ്യാം. ഇന്ത്യ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോം ഡെലിവറി വേണ്ടവർ മാത്രം ഇന്ത്യ പോസ്റ്റിൽ എടുക്കുക, അല്ലെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റിലുള്ളവർ മാത്രം ഇന്ത്യ പോസ്റ്റിൽ എടുക്കുക കേട്ടോ. പിന്നെ ഷോപ്പിൻ്റെ അഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊറിയറൊക്കെ ആണെങ്കിൽ അവിടെ എത്തിച്ചു തരും. അതിനൊക്കെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 പീസ് മുതലേ നമ്മൾ ഹോൾസെയിലിൽ കൊടുക്കും. എന്നാലും ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ 25 പീസ് നിങ്ങൾ മിനിമം എടുക്കണം. എന്നാലാണ് നിങ്ങൾ കൊറിയറിൽ എടുക്കുമ്പോൾ നിങ്ങളുടെ പെർ പീസിനകത്തുള്ളൊരു കോസ്റ്റ് കുറഞ്ഞ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇത് മാത്രം പറയുന്നത്. 10 പീസായിട്ട് തന്നെയാണ് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് പേര് 10 പീസ് 15 പീസൊക്കെ ആയിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കാറുമുണ്ട്. അപ്പോൾ നമ്മുടെ റെക്കമെൻഡേഷനാണത്. 25 പീസ് മിനിമം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്നുള്ളത് നമ്മുടെ റെക്കമെൻഡേഷനാണ്. അത് കൊറിയറിൽ തന്നെ എടുക്കണമായിരിക്കും എപ്പോഴും ബെറ്റർ 25 എടുക്കുമ്പോൾ. പിന്നെ കൂടുതൽ പീസ് എപ്പോഴും എടുത്താലും നിങ്ങൾക്ക് കോസ്റ്റ് കുറവായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പലപ്പോഴായി ചോദിക്കുന്നുണ്ട് ഈ കാര്യം. അപ്പോൾ നമ്മൾ പലപ്പോഴും വീഡിയോയിൽ പറയണമെന്ന് വിചാരിക്കും, പിന്നെ ഓരോ തിരക്കിൻ്റെ ഇടയ്ക്ക് വിട്ടു പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങളൊക്കെ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.